സന്ദീപേ, നീ ഇത് എങ്ങോട്ടാ? നമുക്ക് ഉടനെ പുറപ്പെടണം. എനിക്ക് അത്യാവശ്യമായിട്ട് ഒരാളെ കാണാനുണ്ട് തമ്പിച്ച. എടാ, പോകേണ്ട നേരായപ്പോ നീ ആരെ കാണാനാ പോകുന്നത്? എന്താ കാമുകിയോട് യാത്ര പറയാൻ വല്ല പരിപാടിയുണ്ടോ? അതല്ലമ്മേ, എനിക്ക് കിഷനെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം. അവൻ എന്നെ തിരക്കി വന്നിരുന്നു. അമ്മ ഒപ്പം ഉള്ളതുകൊണ്ട് അന്നേരം ഒന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല. അവൻ അത്യാവശ്യമായിട്ട് എന്നോടൊന്ന് പറയാണ്ടെന്ന് പറഞ്ഞിരുന്നു. അതെന്താന്നറിയാൻ നേരിൽ തന്നെ പോണോന്നുണ്ടോ? പോകുന്ന വഴി നമുക്കൊന്ന് വിളിച്ചു ചോദിച്ചാ പോരെ മോനെ? അതല്ലമ്മേ, വിളിച്ചിട്ട് അവൻ ഫോൺ എടുക്കുന്നില്ല. എങ്കിൽ പിന്നെ അത്രയ്ക്കുള്ള അത്യാവശ്യം ഉണ്ടാവും. വെറുതെ ഇനി സന്ദീപ് കാണാൻ വേണ്ടി പോയാ എല്ലാവരും ലേറ്റ് ആവും. ഇല്ല, കിഷനെ ഒന്ന് കണ്ടിട്ട് ഞാൻ ഉടനെ തിരിച്ചു വരാം. നിങ്ങൾ കാറിൽ ലഗേജ് എടുത്തു വെക്കുന്ന അത്രയും സമയം എനിക്ക് വേണ്ടു. എടാ സന്ദീപ്, അവനൊരു ആവേശത്തിന് വരാന്ന് പറഞ്ഞെങ്കിലും ഇപ്പോഴും അവന്റെ മനസ്സ് ഇവിടാന്നാ തോന്നുന്നേ. ഇനിയിപ്പോ വരുമെന്ന് തന്നെ ആര് കണ്ടു? സന്ദീപ് വന്നാലും ഇല്ലെങ്കിലും നമുക്കിവിടെ കടിച്ചൂങ്ങി കിടക്കേണ്ട കാര്യമില്ല. നമുക്ക് ഉടനെ പുറപ്പെടാം. അവൻ കൂടെ ഇല്ലാതെ ഞാൻ എങ്ങോട്ടും ഇല്ല. പോണോന്നുള്ളവർക്ക് പോവാം. എന്നാ പിന്നെ മുത്തശ്ശിയും കൊച്ചുമോനും കൂടെ ഇവിടെ തന്നെ അങ്ങ് പുറത്തു തുടങ്ങിക്കോ. എല്ലാവരും റെഡിയായിപ്പോ അതിനിടയ്ക്ക് ഒരു മുടക്കം. എന്തൊരു കഷ്ട ഇത്. അതിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അവനെ പോകാൻ സമ്മതിക്കരുതായിരുന്നു. ഇതെന്താ ഇവന് ഈ സമയത്ത് കിടന്നിറങ്ങുന്നത്? ഇങ്ങനൊരു ശീലം പതിവില്ലാത്തതാണല്ലോ. ഒന്ന് പതുക്കെ പറ, അവൻ ഉറങ്ങട്ടെ. കുറച്ചു നേരത്തേക്ക് ഇതിനോട് ഉണ്ടെന്ന് ആരും അറിയണ്ട. ദൈവാ, അച്ഛല്ലേ. ഞാനേ അവന് മയങ്ങാനുള്ള ഗുളിക കൊടുത്ത് കിടത്തേക്കുക. അയ്യോ, അതെന്തിനാ നിങ്ങൾ അങ്ങനെ ചെയ്ത? കാര്യമുണ്ട്, ഞാൻ പിന്നെ പറയാം. അയ്യോ, എന്നാലും എന്നാലും ഇല്ല. നീ നിന്റെ കാര്യം നോക്ക്. ദേ നോക്ക്. അവൻ വരുന്നത് നമ്മുടെ മോനെ അന്വേഷിച്ച. ഇപ്പൊ അവർ തമ്മിൽ കണ്ട ശരിയാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തേ. നീ ഒരു കാര്യം ചെയ്, അവൻ അകത്തേക്ക് വരുന്നതിന് മുമ്പ് നീ അങ്ങോട്ട് ചെല്ല്. കിഷനെ കാണാൻ വന്നതാണെങ്കിൽ അവനോട് ഇല്ലെന്ന് പറ. നിന്ന് കണ്ണു മിടിക്കാതെ ചെന്ന് ഞാൻ പറഞ്ഞ പോലെ പറ. ഒരു കാരണവശാലും അവനകത്തേക്ക് കയറാൻ സമ്മതിക്കരുത്. ചെല്. ആ ആന്റി, ഞാൻ വന്നത് കിഷനെ കാണാനാ. കിഷനല്ലേ ഇവിടെ? ഇല്ലല്ലോ, അവനെ രാവിലെ ഇവിടുന്ന് പുറത്തേക്ക് പോയതാ. എന്താ കാര്യം? എന്തിനാ ഇപ്പൊ അവനെ അന്വേഷിക്കുന്നത്? എന്നെ അന്വേഷിച്ച് കിഷൻ ക്ഷേത്രത്തിൽ വന്നിരുന്നു. ആ സമയത്ത് ഞാൻ അല്പം തിരക്കിലായിരുന്നു. കിഷൻ എന്നോടെന്തോ അത്യാവശ്യമായിട്ട് പറയാനുണ്ടെന്ന് ഫോൺ ചെയ്ത് പറഞ്ഞിരുന്നു. കിഷൻ അവിടെ വന്നിട്ട് പോയതിനു ശേഷം ഞാൻ കിഷന് ഫോൺ ചെയ്തെങ്കിലും കിഷൻ ഫോൺ അറ്റൻഡ് ചെയ്തില്ല. അവനെന്തോ തിരക്കിലാണെന്ന് തോന്നുന്നു. എന്തായാലും വരുമ്പോ ഞാൻ അവനോട് കാര്യം പറയാം. കിഷന് വേറെ ഏതെങ്കിലും നമ്പർ ഉണ്ടോ ആന്റി? ഉണ്ടെങ്കിൽ അതൊന്നും തരാമോ? ഇല്ല, അവൻ ഒരു നമ്പറേ ഉള്ളൂ. അവൻ വരുമ്പോ ഞാൻ അങ്ങോട്ട് വിളിക്കാൻ പറയാം. അതല്ല ആന്റി,